it wrapped around your soul with no control. You can't breathe when you're drowning underwater. There's so much water. I'll run, I'll hide. Darkness always clouds my mind. When I look behind, it's moving closer every time. Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നൊരു വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ നമ്മൾ മുന്നൊരു വണ്ടി ഒരു ഇന്നോവ പിക്കപ്പ് ചെയ്തിരുന്നു, റെഡ് ഇന്നോവ. അത് ഗാർണറ്റ് റെഡ് പെയിൻറ്റിങ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവരുടെ കെയർ ഓഫിൽ വേറൊരു വണ്ടി പിക്കപ്പ് ചെയ്യാൻ പോകണം. ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ട്. ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 157 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ നല്ല മഴയത്തൊരു യാത്ര, നല്ല മഴയാണ്. പക്ഷേ നമ്മൾ അന്ന് പോയപ്പോൾ അത്ര മഴ പെയ്തിരുന്നു, ശരിക്കും റോട്ടിൽ വെള്ളം കയറിയിരുന്നു. ഇപ്പം റോട്ടിലൊന്നും വെള്ളമില്ല, എന്നാലും നല്ല ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ ചങ്ങനാശ്ശേരി, കോട്ടയം ചങ്ങനാശ്ശേരി കയറി അവിടെ നിന്ന് തിരുവല്ല നിന്നൂരൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല മഴയുണ്ട് കേട്ടോ, നമ്മുടെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്തി. ഗൂഗിളിൽ 3 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. കൊട്ടാരക്കര കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിക്കപ്പ് ചെയ്തിട്ട് കാണാം. നമ്മൾ വണ്ടി പിക്കപ്പ് ചെയ്തു. വണ്ടി പിക്കപ്പ് ചെയ്ത് തിരിച്ച് നമ്മുടെ വീട്ടിൽ അതായത് ഇന്ന് സൺഡേ അല്ല, അപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഗാരേജിലേക്ക്. ഇത് ഫോർഡ് ഫ്രീസ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള 2019 മോഡൽ വണ്ടി കേട്ടോ. ഇത് 2019 മോഡൽ വണ്ടി. അത് സിൽവർ കളറാണ്. അപ്പോൾ കസ്റ്റമർക്ക് ആ ഒരു കളറിനോട് ഇഷ്ടമില്ലാത്ത കാരണം പേൾ വൈറ്റിലേക്ക് മാറ്റി അതിൻ്റെ ക്രോസ് കുറച്ച് എന്നിട്ട് പറയാം, നമ്മളെ ഇപ്പോൾ എസ് ക്രോസിനൊക്കെ വരുന്ന മാതിരി, അതുപോലെ തന്നെ എത്തിയോസ് ക്രോസിനൊക്കെ വരുന്ന മാതിരി കുറച്ച് ബ്ലാക്ക് ഗാർണിഷുകളുണ്ട് മാറ്റ് ഫിനിഷിൽ. അതൊക്കെ ഗ്ലോസി ഫിനിഷിലേക്ക് ആക്കാനായിട്ടാണ് പറഞ്ഞത്. അത് വീലാർച്ചും കാര്യങ്ങളും അതുപോലെ സൈഡ് സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഗ്ലോസി ഫിനിഷിങ്ങിലേക്ക് ആക്കിയിട്ട് വണ്ടി പേൾ വൈറ്റ് അടിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നമ്മുടെ കൊട്ടാരക്കര അവിടെ നിന്ന് വണ്ടി പിക്കപ്പ് ചെയ്ത് നമ്മുടെ ഒരു ഇന്നോവ, ഈ ഒരു ഇന്നോവ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നോവക്കാരനോട് നമ്മുടെ ഗാരേജിനെ പറ്റി പറഞ്ഞത് ആളായിരുന്നു കേട്ടോ. അപ്പോൾ ആള് വളരെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളോട് ഇത് പേൾ വൈറ്റ് ആക്കി ഗ്ലോസി ഫിനിഷിങ്, ടോപ്പ് ഗ്ലോസി അടിക്കണം, അതുപോലെ തന്നെ വീലാർച്ചും കാര്യങ്ങളെല്ലാം ഗ്ലോസി അടിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല മഴയാണ് ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോണത് നേരെ വന്ന വഴിയാണ്, ആലപ്പുഴ റൂട്ട് തന്നെ പോണത്. കാരണം കോട്ടയം കയറി പോകുമ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളുള്ള കാരണം നമ്മൾ നേരെ ആലപ്പുഴ റൂട്ട് തന്നെ പിടിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മളുടെ ഒരു സണ്ണി, നമ്മൾക്ക് നിസാൻ സണ്ണി, അത് ഫുള്ളായിട്ട് ഫ്രണ്ട് ബമ്പർ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അത് പെയിൻറ്റിങ് ചെയ്ത് ഫുള്ളായിട്ട് പോളിഷ് ചെയ്തു. പക്ഷേ ഏതൊരു വണ്ടിയും നമ്മൾ ഫുള്ളായിട്ട് പോളിഷ് ചെയ്ത് എത്ര പെയിൻറ്റിങ് ചെയ്താലും അതിൻ്റെ ഹെഡ്ലൈറ്റും ടൈലൈറ്റും ഫെയ്ഡാണെങ്കിൽ, ഹെഡ്ലൈറ്റും ടൈലൈറ്റും ഫെയ്ഡാണെങ്കിൽ നമ്മൾക്ക് അത്ര
ക്ലാരിറ്റി നമ്മൾക്ക് ആ ഒരു ചെയ്ത ആ ഒരു പുതുമ നമ്മൾക്ക് കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ എത്ര നമ്മൾ പെയിൻറ്റിങ് ചെയ്തോ പോളിഷ് ചെയ്തോ അതിൻ്റെ ബീഡിങ്ങുകൾ വെതർ സ്ട്രിപ്പും അതേപോലെ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റും ടെയിലൈറ്റും മങ്ങിയതാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഫ്രഷ്നെസ് വണ്ടിക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ നിസാൻ സണ്ണിയുടെ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ഫെയ്ഡായ ഹെഡ്ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഏകദേശം ലുമാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെഡ്ലൈറ്റാണ്. 3700 രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിന് 7400 രൂപ റേറ്റ് വന്നത്. നിസാൻ സണ്ണി 2015 മോഡൽ വണ്ടിയാണിത് റേറ്റ് വന്നത്. അപ്പോൾ നമ്മളത് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഫോർഡ് ആസ്പയറും ഫോർഡ് ഫിഗറും കാര്യങ്ങളെല്ലാം ഓടിച്ചിട്ടുണ്ട്. ഫ്രീ സ്റ്റൈൽ ഇപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുന്നത്. അതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഏകദേശം ആസ്പയറിൻ്റെ മാതിരി, പക്ഷേ അതിൻ്റെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ ഫ്രണ്ടിൽ പോണ വണ്ടി ഹോണ്ട അമേഴ്സാണ്. അത് വൈൻ റെഡ് കളറാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ ടോപ്പ് ബ്ലാക്കും പിന്നെ ബാക്കിലെ ക്രോം ഫിനിഷിംഗ് ഒക്കെ ബ്ലാക്ക് അടിച്ച് നമ്മൾ അന്ന് ഹോണ്ട സിറ്റ് അടിച്ച് നല്ല ഭംഗിയിലിട്ട് കാണാനായിട്ട് നല്ലൊരു ലുക്ക് ഉണ്ട്. അതിൻ്റെ ടൈലായിട്ട് ചെറിയ സ്മോക്കിങ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാട്ടോ, ഭയങ്കര മഴയാണ്, നല്ല മഴ. അതായത് കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് പെയ്യാൻ നല്ല ഭയങ്കര മഴ. ഞങ്ങളിപ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ റൂട്ടിൽ കയറിയ പിന്നെ മഴ അങ്ങോട്ട് കുറഞ്ഞു. ഉണ്ട് മഴ, എന്നാലും കുറവാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നേരെ ആലപ്പുഴ നേരെ എറണാകുളം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ട് നല്ല കാറ്റുണ്ട്. കാറ്റുള്ള ചെറിയ കമ്പുകളൊക്കെ വണ്ടിയിലേക്ക് വീണിട്ടില്ല. ഒതുക്കി കൊണ്ടുപോകണം. റോട്ടിലേക്ക് മുമ്പ് വീണതെന്നുണ്ട് നിറച്ച് കമ്പ് കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴ. ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിട്ടാണ്. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോട്ടിൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഭയങ്കര മഴ. എറണാകുളത്താറായി, ഒരു രക്ഷയില്ല.
സെപ്റ്റംബർ 6-ാം തീയതിയാണ് പിടിച്ച മഴ എന്ന് പറയുന്നത്. ഒരു 3-4 മണിക്കൂറായിട്ട് കണ്ടിന്യൂ മഴയാണ് യാത്ര ചെയ്യുന്നത്. 4 മണിക്കൂറിനുണ്ടെങ്കിൽ 3 മണിക്കൂറോളമായി. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇടയ്ക്ക് വീട്. അങ്ങനെ ഞങ്ങൾ ലുലു മാള്, അതായത് എറണാകുളം എടപ്പള്ളി എത്തിയിട്ടുണ്ട്. മഴ രക്ഷയിലട, മഴ ഇപ്പോഴും മാറിയിട്ടില്ല, അതങ്ങനെ തന്നെ തുടരുന്നു. നല്ല ബ്ലോക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവന്ന വണ്ടി. ഓക്കെ, ഫോർഡ് ഫ്രീസ്റ്റൈൽ എന്ന് പറഞ്ഞ വണ്ടി. ഇത് ഫുൾ പുതിയ വണ്ടിയാണ്, 2019 മോഡൽ വണ്ടിയാണ്. ഇത് പേൾ വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഗ്ലോസി ഫിനിഷിങ്ങിൽ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് വന്നത്. അത് ഈ വീലാർച്ച് എക്യുപ്ഡ് മാറ്റാണ്. അതെല്ലാം ഗ്ലോസി ഫിനിഷിങ്ങിൽ ചെയ്യാനായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, slow down.